നമുക്ക് സിങ്ക്രണസ് കൗണ്ടർ എന്താണെന്ന് നോക്കാം. ആസിങ്ക്രണസ് കൗണ്ടർ നമ്മൾ പഠിച്ചു. കൗണ്ടേഴ്സ് ആർ ഓഫ് 2 ടൈപ്സ്, സിങ്ക്രണസ് ആൻഡ് അസിങ്ക്രണസ്. ആസിങ്ക്രണസ് കൗണ്ടേഴ്സിന് അവിടെ യൂസ് ചെയ്യുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പുകൾക്കെല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലോക്ക് പൾസ് ആണ് അവിടെ കൊടുക്കുന്നത്. ഇൻഡിവിജ്വലി ആണ് ക്ലോക്ക് പൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ സിങ്ക്രണസ് കൗണ്ടറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു കോമൺ ക്ലോക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു സെയിം ക്ലോക്ക് പൾസ് അറ്റ് ദ സെയിം ടൈം ആ ക്ലോക്ക് എല്ലാവർക്കും അപ്ലൈ ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോക്ക് ഗിവൺ ഡയറക്റ്റ്ലി ടു ഫ്ലിപ്പ് ഫ്ലോപ്പിന് ഡയറക്റ്റായിട്ട് ക്ലോക്ക് കൊടുക്കുകയാണ്. ഫെഡ് പാരലൽ അല്ലെങ്കിൽ പാരലൽ, അതുകൊണ്ട് തന്നെ പാരലൽ കൗണ്ടേഴ്സ് എന്ന് ഇതിനെ പറയും. ക്ലോക്ക് ഇവിടെ കൊടുക്കുന്നത് പാരലലി ആണ്. അറ്റ് ദ സെയിം ടൈം ഒരു ക്ലോക്ക് തന്നെ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിലും കയറി പോകുന്നുണ്ട്. നമ്മൾ ആസിങ്ക്രണസ് കൗണ്ടേഴ്സിൽ കണ്ടായിരുന്നു, അവിടെ ഒന്നിൻ്റെ ഔട്ട്പുട്ടാണ് മറ്റൊന്നിൻ്റെ ഇൻപുട്ട് ക്ലോക്കായിട്ട് പോകുന്നത്. സോ അവിടെ പാരലലി അല്ല, ഇൻഡിവിജ്വലി ആണ് കൊടുക്കുന്നത്. ഒരു ചെറിയൊരു ഡിലേ ഉണ്ട് അവിടെ. ഇവിടെ എന്ന് പറയുന്നത് അറ്റ് ദ സെയിം ടൈമാണ് ഇവിടെ, അതായത് ഒരു ഫസ്റ്റ് ക്ലോക്കിൽ ആക്ട് ചെയ്യുന്ന അതേ സമയത്തുള്ള റിസൾട്ടല്ല നമ്മൾ നെക്സ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ എടുക്കുന്നത്. അതിൻ്റെ പ്രീവിയസ് ക്ലോക്ക് കാരണം ഉണ്ടായ റിസൾട്ടാണ് നമുക്കവിടെ കിട്ടുന്നത്. ഓക്കെ, ഇത് മറ്റ് ഫ്ലിപ്പ് ഫ്ലോപ്സിനെ അപേക്ഷിച്ച് ഇത് എന്താണ്, ഈ ഡിസൈൻ ചെയ്യാൻ ഈസിയാണ്. കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് ആസിങ്ക്രണസ് ഫ്ലിപ്പ് ഫ്ലോപ്പിനെ അപേക്ഷിച്ച്. ഇറ്റ് ഇസ് ഈസി ടു ഡിസൈൻ ആണ്. ദെൻ ഫാസ്റ്റർ ഓപ്പറേഷനാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ക്ലോക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നോ പ്രൊപ്പഗേഷൻ ഡിലേ, ഒരു ഡിലേ ഒന്നും വരുന്നില്ല, പ്രൊപ്പഗേഷൻ ഡിലേസ് ഇല്ല. ഇൻഡിവിജ്വലി കൊടുക്കുകയല്ല, പാരലലി കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഓപ്പറേറ്റ് ഓൺ റൈസിങ് അല്ലെങ്കിൽ ഫോളിങ് എഡ്ജ് ഓഫ് ക്ലോക്ക് പൾസ്. ഇതിനെ നമുക്ക് നെഗറ്റീവ് എഡ്ജ് ട്രിഗർ ആക്കിക്കൊണ്ടോ പോസിറ്റീവ് എഡ്ജ് ട്രിഗർ ആക്കിക്കൊണ്ടോ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാം. റൈസിങ് എഡ്ജ് ഓഫ് ക്ലോക്കും ഫോളിങ് എഡ്ജ് ഓഫ് ദ ക്ലോക്കിലും ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാം. നമ്മൾ അസിങ്ക്രണസ് കൗണ്ടേഴ്സ് കണ്ടായിരുന്നു, അത് നെഗറ്റീവ് എഡ്ജ് ട്രിഗേർഡ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പാണ് നമ്മൾ അവിടെ ഉപയോഗിച്ചിരുന്നത്. നമ്മളിവിടെ പഠിക്കുന്നത് ഒരു 2 ബിറ്റ് കൗണ്ടറാണ് പഠിക്കാൻ പോകുന്നത്. നേരത്തെ പഠിച്ച അതേപോലെ തന്നെ ആസിങ്ക്രണസ് കൗണ്ടറിൽ ഒരു 2 ബിറ്റ് കൗണ്ടറിൻ്റെ എക്സാമ്പിളാണ് ചെയ്തത്. അവിടെ നമ്മൾ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചു. ഇവിടെ ഞാൻ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ജെയും കെയും കൂടെ ടൈ ചെയ്തൊരു സിംഗിൾ ടി എന്ന് പറയുന്ന ആക്കിക്കൊണ്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറഞ്ഞാലും നമ്മൾ JK എന്ന് പറയുന്ന ഇൻപുട്ട് കാണിക്കുക, ബട്ട് അത് സിംഗിൾ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിന് സിമിലർ ആണ്. ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന് സിമിലർ ആയിട്ടുള്ള സർക്യൂട്ടാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ സിങ്ക്രണസ് കൗണ്ടർ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ലോജിക്കൽ ഡയഗ്രം നമുക്ക് നോക്കാം. 2 ഫ്ലിപ്പ് ഫ്ലോപ്പിനെ ഞാൻ റെക്റ്റാങ്കിൾ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഫ്ലിപ്പ് ഫ്ലോപ്പ് A എന്നും ദെൻ ഫ്ലിപ്പ് ഫ്ലോപ്പ് B എന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ J ആൻഡ് K ഇൻപുട്ട്, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ J ആൻഡ് K ഇൻപുട്ട്. ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ QA ഔട്ട്പുട്ട്, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ QB ഔട്ട്പുട്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു, ഈ 2 ഇൻപുട്ടുകളും കൂടെ ടൈ ചെയ്ത് ഒറ്റയാക്കിയിട്ട് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഇതൊരു ടോഗിൾ, നമ്മൾ കണ്ടായിരുന്നു ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. JK ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ 2 ഇൻപുട്സും കൂടെ ഒന്ന് ടൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ടൈ ചെയ്ത് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ടോഗിൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് കിട്ടും. അതേ കണക്ക് തന്നെയാണ് ഇവിടെയും. ദിസ് ഇസ് ടൈ ചെയ്ത് ഒരു സിംഗിൾ ഇൻപുട്ടാക്കി മാറ്റി. ഇവിടെയും ഞാൻ ടൈ ചെയ്ത് ഒരു സിംഗിൾ ഇൻപുട്ടാക്കി മാറ്റി. ഇത് എവിടെ കണക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, ഇൻപുട്സ് അവിടെ നിൽക്കട്ടെ. അതിന് മുന്നോടിയായിട്ട് ഞാൻ രണ്ടിനും ഒരു സിങ്ക്രണസ് കൗണ്ടേഴ്സാണ്, രണ്ടിനും സെയിം ക്ലോക്കാണ്. ആ ക്ലോക്ക് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ദിസ് ഇസ് ദ ക്ലോക്ക് സിഗ്നൽ. ഈ ക്ലോക്ക് ഇവിടെയും കൊടുത്തു, ദെൻ ഈ ക്ലോക്ക് ഇവിടെയും കൊടുത്തു. ക്ലോക്കിന് രണ്ടിനും കൂടെ ക്ലോക്ക് CLK ഇവിടെ കൊടുത്തു. 2 പേർക്കും സെയിം ക്ലോക്കാണ് കൊടുത്തിരിക്കുന്നത്, കോമൺ ക്ലോക്ക്. ഇതാണ് കോമൺ ക്ലോക്ക്. നേരത്തെ നമ്മൾ ഔട്ട്പുട്ടാണ് എടുത്ത് ക്ലോക്കായിട്ട് കൊടുത്തത്. ക്ലോക്കിന് എപ്പോഴും ലൈനിൽ ഒരു ആരോ സിമ്പിൾ ഇൻഡിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഇത് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് ടൈ ചെയ്ത് T ഫ്ലിപ്പ് ഫ്ലോപ്പ് നമ്മളാക്കി. ദെൻ കോമൺ ക്ലോക്ക് കൊടുത്തു. സിങ്ക്രണസ് കൗണ്ടേഴ്സിന് കോമൺ ക്ലോക്കാണ് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഇൻപുട്ടിൻ്റെ കണക്ഷൻ നമുക്ക് നോക്കാം. ഫസ്റ്റിന് നമ്മൾ സെപ്പറേറ്റ് ലോജിക് 1 കൊടുത്തിടും. ലോജിക് 1 ഓൾവേസ് നമ്മൾ ലോജിക് 1 ആണ് കൊടുക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക്കലി കൗണ്ട് ചെയ്ത് പോകണം അല്ലേ. രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് എടുത്ത് രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഇൻപുട്ടായിട്ട് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് തന്നെയാണ്. അപ്പോൾ 2 ഫ്ലിപ്പ് ഫ്ലോപ്പ്, 2 ബിറ്റ് കൗണ്ടേഴ്സിന് 2 ഫ്ലിപ്പ് ഫ്ലോപ്പ് ആവശ്യമുണ്ട്. 2 ബിറ്റ് കൗണ്ടേഴ്സ് എത്ര നമ്പേഴ്സ് വരെ കൗണ്ട് ചെയ്യും? 0, 1, 2, 3 വരെ കൗണ്ട് ചെയ്യും. 3 കൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിലേക്ക് പോകും? 0യിലേക്ക് പോകും. ദെൻ പിന്നും ഇത് ഓണാക്കി വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ 1, 2, 3 കൗണ്ട് ചെയ്യും. പിന്നും ഓണാക്കി വെച്ചിരിക്കുന്നെങ്കിൽ 0, 1, 2, 3 ഇങ്ങനെ കൗണ്ട് ചെയ്ത് പോകും. ഓക്കെ, ഇതിൻ്റെ ഔട്ട്പുട്ട് Q ഔട്ടിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. ഇതിൻ്റെ രണ്ടിലും നമ്മൾ ഔട്ട്പുട്ട് കറൻ്റ് എടുത്തിട്ടാണ്
0 1 1 0 1 1 എന്നുള്ളത് നമുക്ക് കിട്ടുന്നത്. നമുക്കപ്പോൾ ട്രൂത്ത് ടേബിളിലൂടെ നമുക്കതിനെ നോക്കാം. ഫസ്റ്റ് ഞാൻ ക്ലോക്കിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അതിനുശേഷം എനിക്ക് എന്തൊക്കെ വേണം? ക്യൂ ബി ഫസ്റ്റ് എഴുതുന്നു, ദെൻ ക്യൂ എ എഴുതുന്നു, ഔട്ട്പുട്ടായ ക്യൂ ബിയും ക്യൂ എയും, ദെൻ എൻ്റെ ഡെസിമൽ സ്റ്റേറ്റ് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇനിഷ്യലി ഒരു ക്ലോക്കും കൊടുക്കാതിരുന്ന സമയത്ത് ഈ രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്തിലായിരിക്കും? 0 എന്ന് പറയുന്ന സ്റ്റേറ്റ് ആയിരിക്കും, അതായത് ഡെസിമൽ 0 എന്ന് പറയുന്ന സ്റ്റേറ്റ് ആയിരിക്കും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു ഇനിഷ്യലി നമ്മുടെ ഫ്ലിപ്പ് ഫ്ലോപ്പ് 0 വെച്ചിട്ട് റീസെറ്റ് ചെയ്തിരിക്കുവാണ്. ഇനി നമ്മളൊരു ക്ലോക്ക്, ഇത് നെഗറ്റീവ് ട്രിഗേർഡ് ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. ഇവിടെ നമ്മൾ ഈ JK ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നെഗറ്റീവ് എഡ്ജസിൽ മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സോ നെഗറ്റീവ് പൾസ് വരുമ്പോൾ മാത്രം ഈ ഫ്ലിപ്പ് ഫ്ലോപ്സ് ആക്റ്റീവ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് ക്ലോക്ക് പൾസ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുന്നു. ഫസ്റ്റ് ഇവിടെയും കൊടുക്കും ഇവിടെയും കൊടുക്കും അല്ലേ? പാരലലിയാണ്, അറ്റ് ദ സെയിം ടൈം പാരലായിട്ടാണ് ഇവിടെ ക്ലോക്ക്സ് അപ്ലൈ ചെയ്യുന്നത്. അത് ഓർത്തോണം. അതിന് വെച്ചിട്ട് ഇവിടെ ചില മാറ്റങ്ങളുണ്ട്, നേരത്തെ പറഞ്ഞ കണക്കല്ല. ഓക്കെ, പാരലലി ഫസ്റ്റ് ഈ രണ്ടിലും ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പം ഈ ക്ലോക്ക് പൾസ് കറണ്ടായിട്ട് ഇത് രണ്ടും കിട്ടുമ്പോൾ തന്നെ, അതായത് ഇത് കിട്ടിയിട്ട് ഇതിനുള്ള ചേഞ്ചസിനനുസരിച്ചല്ല ഇത് ചെയ്യേണ്ടത്. അറ്റ് ദ സെയിം ടൈം ഇതിൽ രണ്ടിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ നോക്കുക, ഇത് പാരലലി ഇതിനകത്തോട്ട് രണ്ടിലും കയറിയപ്പോൾ ഇത് നമുക്ക് ആദ്യം പറഞ്ഞിട്ട് ഇതിനകത്തേക്ക് വരാം, അപ്പോൾ കൺഫ്യൂഷൻ ആവത്തില്ല. പാരലലി ഇതിനകത്തേക്ക് കയറിയപ്പം ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്തായി? JK ഫ്ലിപ്പ് ഫ്ലോപ്പ് T കണക്ക് ടൈ ചെയ്ത് വെച്ചിരിക്കുമല്ലേ, അപ്പോൾ ടോഗിൾ ചെയ്യാണ്. അതായത് ഇവിടെ ഒരു ലോജിക് 1, ഇവിടെ ലോജിക് 1 വരുന്നത്. പക്ഷേ ഈ ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഇത് QA എന്നുള്ളത് 0 ആയിരുന്നു. ഈ 0 ആണ് ഇവിടെ ഇൻപുട്ടിൽ വരുന്നത്. അപ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാവുന്നത്, QB എന്ന് പറയുന്നത് സെറ്റ് ടു 0 തന്നെ, ദാറ്റ് ഈസ് ഒരു ഹോൾഡ് കണ്ടീഷൻ. നേരത്തെ എന്തായിരുന്നു ഉണ്ടായിരുന്നത് അത് തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത്. ദാറ്റ് ഈസ് ഫ്ലിപ്പ് ഫ്ലോപ്പ് B എന്ന് പറയുന്നത് ഹോൾഡ് ചെയ്യും, 0 തന്നെ ഹോൾഡ് ചെയ്യും. ഈ ഫസ്റ്റ് പാരലലി രണ്ടിനും സെയിം ടൈമിൽ തന്നെ QA എന്താ ഉണ്ടാകുന്നത്? QAക്ക് 1 ഇൻപുട്ടാണ് കിട്ടുന്നത്. സോ 1 എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ചേഞ്ചസ്, കണ്ടീഷൻ ചേഞ്ച് ചെയ്യും. നേരത്തെ എന്താണോ ഉണ്ടായിരുന്നത് അതിനൊന്ന് ടോഗിൾ ചെയ്യും. സോ 1 0, ഇവിടെ സ്റ്റോർ ചെയ്തിരുന്നത് 0 ആയിരുന്നു, ആ സ്റ്റോർ ചെയ്തത് 1 ആയിട്ട് മാറും. ദാറ്റ് ഈസ് നമ്മുടെ ഡെസിമൽ സ്റ്റേറ്റായ 1 കിട്ടി. ഇനി രണ്ടാമത്തെ ക്ലോക്ക് പൾസിൽ, സെക്കൻഡ് ക്ലോക്ക് പൾസിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഈ ഒന്നാമത്തെ ക്ലോക്ക് പൾസ് കാരണം ഒരു സാധനം ഇവിടെ വന്ന് ഇരിക്കുവാണ്. ഓക്കെ, എന്താണ് QAയിലിരിക്കുന്ന 1? ഈ 1 ആണ് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്താവും? ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓൺ ആവും. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് QBക്കകത്ത് അപ്പോൾ എന്ത് കിട്ടും? ഈ QB ടോഗിൾ ചെയ്യും. നേരത്തെ ഉണ്ടായിരുന്ന 0 എന്ന് പറയുന്നത് 1 ആക്കി മാറ്റും. നേരത്തെ ഉണ്ടായിരുന്ന 0 1 ആവും. അതേസമയം QAക്കകത്ത് ഇപ്പോൾ കയറി വന്ന എന്താ? ഇപ്പോൾ ഈ QAയും എന്തായി പോവും? ടോഗിൾ ചെയ്യും അല്ലേ? 1 തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. സോ അത് ടോഗിൾ ചെയ്യും. 1 ഉണ്ടായിരുന്ന 0 ആവും. ദാറ്റ് ഈസ് 2 എന്ന് പറയുന്ന ഡെസിമൽ സ്റ്റേറ്റ് കൗണ്ട് ചെയ്തു. ഇനി അടുത്ത മൂന്നാമത്തെ ക്ലോക്ക് പൾസിൽ, തേർഡ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ QA ആണ് ഇവിടെ ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. തേർഡ് ക്ലോക്ക് പൾസിൽ ഈ QA ആണ് തേർഡ് ക്ലോക്ക് പൾസിൽ വന്ന് നിൽക്കുന്നത്. അതായത് സെക്കൻഡ് ക്ലോക്ക് പൾസ് കാരണം QAയിലൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. QA 0 ആണ്. ആ 0 ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് Bക്ക് തേർഡിൽ ആദ്യം കിട്ടുന്നത്. അതായത് ഫ്ലിപ്പ് ഫ്ലോപ്പ് അപ്പോൾ ഈ 0 കാരണം ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ത് സംഭവിക്കും? ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് അൺചേഞ്ചബിൾ ആയിട്ട് അവിടെ തന്നെ നിൽക്കും. ഹോൾഡ് കണ്ടീഷൻ, ദാറ്റ് ഈസ് തേർഡ് കണ്ടീഷനിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഹോൾഡായിട്ട് നിൽക്കും. അതേസമയം ഈ QA എന്ന് പറയുന്നത് എന്താവും? ടോഗിൾ ചെയ്യും. ദാറ്റ് ഈസ് 0 1 ആവും. ദാറ്റ് ഈസ് നമുക്ക് 1 1 എന്ന് പറയുന്ന കണ്ടീഷൻ 3 എന്ന് പറയുന്ന കണ്ടീഷൻ ഡെസിമൽ സ്റ്റേറ്റിലേക്ക് പോയി. ഇനി ഫോർത്ത് ക്ലോക്ക് പൾസ് കൊടുക്കുന്ന സമയം എന്ത് സംഭവിക്കും? നാലാമത്തെ ക്ലോക്ക് പൾസ് രണ്ടിലും കയറി വരുമ്പോൾ ഈ കയറി വരുന്ന സമയത്ത് ഇവിടെ ഇൻപുട്ടിൽ എന്താണോ കിട്ടുന്നത് അതിനനുസരിച്ച് ഇത് ഓപ്പറേറ്റ് ചെയ്യുവാണ്. അപ്പോൾ QAയിൽ നേരത്തെ ഉണ്ടായിരുന്നത് 1 ആണ്. അപ്പോൾ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ത് ചെയ്യും? ടോഗിൾ ചെയ്യും. സോ QA എന്ന് പറയുന്നത് ഇവിടെ കിട്ടുന്ന 1 ആണ്. അപ്പോൾ QBയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആവും. ദെൻ QAയിൽ നേരത്തെ ഉണ്ടായിരുന്നത് 1 ആണ്. ഇവിടുത്തെ 1 കാരണം ഈ ഫ്ലിപ്പ് ഫ്ലോപ്പും ടോഗിൾ ചെയ്യും. സോ 0യിലേക്ക് പോവും. സോ നമുക്ക് എഗെയിൻ 0 എന്ന് പറയുന്ന ഡെസിമൽ സ്റ്റേറ്റിലേക്ക് പോകും. ഇങ്ങനെ എഗെയിൻ പിന്നെ നമ്മൾ ഫിഫ്ത്ത് ക്ലോക്ക് പൾസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നും എന്തിലേക്ക് പോകും? 0 1 എന്ന് പറയുന്ന കണ്ടീഷൻ. ഈ QB എന്ന് പറയുന്നത് ഇത് 0 തന്നെ ഹോൾഡ് ചെയ്യും. ദെൻ QA എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും.
അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. 0 1 2 3 പിന്നും പോവും, പിന്നും 0 1 2 3 കൗണ്ട് ചെയ്യും. ഓരോ ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പിന്നെ സെപ്പറേറ്റ് ഇൻപുട്സ് ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ ഒരു ലോജിക് 1 സ്റ്റാർട്ടിങ് തന്നെ സെറ്റ് ചെയ്യുന്നു. ഇവിടെ ഒരു ക്ലോക്ക് ഇങ്ങനെ ക്ലോക്ക് സെറ്റ് ചെയ്യുന്നു. എപ്പോഴും എത്ര ഇൻ്റർവൽ കഴിഞ്ഞിട്ട് എനിക്ക് ഇതിനെ 1 0 1 2 3 കൗണ്ട് ചെയ്യണം, അതിനനുസരിച്ചുള്ള ടൈം പീരീഡ് ആയിരിക്കും ഞാൻ നെഗറ്റീവിലും പോസിറ്റീവിലും ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് സിങ്ക്രണസ് കൗണ്ടേഴ്സ്.